മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമുക്ക് ആഫിയൽ എക്സാമിന് ശേഷം നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ ചാപ്റ്ററിന്റെ പേരെന്താണ്? ആ ചാപ്റ്ററിന്റെ പേരാണ് ജൽ ബാങ്ക്. നമ്മൾ നിരവധിയായ ബാങ്കുകളെ പറ്റി കേട്ടിട്ടുണ്ട് അല്ലെ? കാർഷിക ബാങ്കുകളുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ പലതരം ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, പല ബാങ്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ജൽ ബാങ്ക് എന്ന് പറഞ്ഞ ഒരു ബാങ്കിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് വ്യംഗ്യലേഖൻ എന്നാണ് നിങ്ങൾ ഹെഡിങ് കാണുന്നത്. വ്യംഗ്യലേഖൻ എന്ന് പറഞ്ഞാൽ ഹാസ്യലേഖനമാണ്. അശോക് ഗുജറാത്തി എന്ന് പറയുന്ന സാഹിത്യകാരനാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഓക്കെ മക്കളെ, നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് നോക്കാം. നോക്കൂ, ജൽ ബാങ്ക്. ജൽ ബാങ്ക് എന്ന് പറയുന്നത് നോക്കൂ, നിങ്ങൾ ATM കൗണ്ടർ പോലെ ATM കാർഡ് ഇട്ട് ആവശ്യാനുസരണം കണക്ക് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം കിട്ടാൻ വേണ്ടി ആളുകൾ ക്യൂ നിൽക്കുന്ന ഒരു ഭാവനാ സമ്പന്നമായ ഒരു ചിത്രമാണ് നിങ്ങൾ കാണുന്നത് അല്ലേ? വ്യംഗ്യലേഖനം എന്ന് പറഞ്ഞാൽ ഹാസ്യലേഖനം എന്നാണ് അശോക് ഗുജറാത്തിയാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, നമ്മൾ നോക്കാം. 2 പേജുകളിലായിട്ടാണ് നിങ്ങൾക്ക് ഈ പാഠം കിടക്കുന്നത്. 2 പേജുകളിലായിട്ടാണ്. നമുക്ക് അതിന്ന് വേഗം നമുക്ക് നോക്കാം. നോക്കൂ, ഒന്നാമത്തെ പേജിലെ ഈ പാരഗ്രാഫ് നമുക്ക് ആദ്യം നോക്കാം. ഇല്ല മക്കളെ, നോക്കൂ, ഇവിടെ കൊടുത്തിരിക്കുന്നു, बाल्टी बाल्टी पानी लाते हुए मैंने जागी आंखों में सपना देखा कि चप्पे चप्पे पर जल बैंक खुल गए हैं. എന്താ പറഞ്ഞു നോക്ക്. ബാൽട്ടി എന്ന് പറഞ്ഞാൽ അവിടെ കൊടുത്തിട്ടുണ്ട് ബക്കറ്റ് എന്നാണ്. വ്യംഗ്യ എന്നാണ് നമ്മൾ ഹാസ്യം. ആ വ്യംഗ്യ ലേഖനമാണ്, ഹാസ്യലേഖനാണ്. ബാൽട്ടി എന്ന് പറഞ്ഞാൽ ബക്കറ്റ് ആണ്. ബാൽട്ടി ബാൽട്ടി പാനി ലാത്തെ ഹുയെ, ബക്കറ്റ് നിറയെ വെള്ളവുമായി ഞാൻ ഇങ്ങനെ വരുമ്പോൾ മേനെ ജാഗി ആങ്കോമേ, ജാഗി ആങ്കൻ, ജാഗിന എന്ന് പറഞ്ഞാൽ ഉണരുക എന്നാണ്. ജാഗിന എന്ന് പറഞ്ഞാൽ എന്താണ്? ഉണരുക. ആംഖേ എന്ന് പറഞ്ഞാൽ കണ്ണുകൾ എന്നാണ്. അപ്പൊ ജാഗി ആങ്കോമേ സ്വപ്ന ദേക്ക എന്ന് പറഞ്ഞാൽ തുറന്ന കണ്ണോട്. സാധാരണ സ്വപ്നം കാണുമ്പോൾ നമ്മൾ കിടന്നുറങ്ങി ആണല്ലോ കാണുന്നത്. ഇവിടെ വെള്ളം കൊണ്ടുവരുന്ന സമയത്ത് എന്റെ ഭാവനയിൽ ഒരു ചിത്രം വന്നു എന്നാ. ഞാൻ തുറന്ന കണ്ണുകളോട് ഈ സ്വപ്നം കണ്ടു. തെക്കാക്കി ചപ്പേ ചപ്പേ പർ ജൽ ബാങ്ക് ഗുൽ ഗേ ഹെ. എന്താ മക്കളെ ചപ്പേ ചപ്പേ? ചപ്പേ ചപ്പേ എന്ന് പറഞ്ഞാൽ എല്ലാ മുക്കിലും മൂലയിലും ജലബാങ്ക് തുറന്നായി ഞാൻ കാണുന്നു. ആപ്കെ മൊഹല്ല വാലോം സേ, ആപ്കെ ആപ്കോ താങ്കൾക്ക്, മൊഹല്ല വാലോം സേ, മൊഹല്ല വാലോ എന്ന പ്രദേശവാസികളിൽ നിന്ന് കുച്ച് ജ്യാദാ, ജ്യാദ എന്ന് പറഞ്ഞാൽ അധികം, പാനി ഹാസിൽ ഹോ ഗയാ ഹേ, ഹാസിൽ ഹോന എന്ന് പറഞ്ഞാൽ എന്താ? ലഭ്യമായിരിക്കുന്നു. താങ്കൾക്ക് ഗ്രാമീണരിൽ നിന്ന് കുറച്ച് കൂടുതൽ വെള്ളം കിട്ടിയിരിക്കുന്നു. ചിന്താക്കി കോയി ബാത്ത് നഹി, ഇത്രയും ആവശ്യത്തിലധികം വെള്ളം നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയാൽ എന്ത് ചെയ്യും? ഒക്കെ ഇന്നേക്ക് ആവശ്യമുള്ളതല്ല. അപ്പോ നിങ്ങൾ കോയി ചിന്താക്കി ബാത്ത് നഹി, ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ജായിയെ പോകൂ और ജൽ ബാങ്ക് മേ ജമാ കർ ദീജിയെ. ജമാ കർണ എന്ന് പറഞ്ഞാൽ നിക്ഷേപിക്കുക. വേഗം കൊണ്ടുപോയിട്ട് നിങ്ങൾ ആ പണം നമ്മൾ ആവശ്യത്തിന് പണം നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പണം ബാങ്കിൽ കൊണ്ട് നിക്ഷേപിക്കുന്നു. ആവശ്യത്തിലുള്ള നമ്മൾ കൈവശം വെക്കുന്ന പോലെ ആവശ്യത്തിലധികം വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആവശ്യത്തിലുള്ള വെള്ളം എടുത്തിട്ട് ബാക്കി വെള്ളം നിങ്ങൾ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചോളൂ. മാൻലേ, നിങ്ങൾ മനസ്സിലാക്കൂ, കി എന്തെന്നാൽ ആപ്കോ 10 ബാൽട്ടി അധികം മിൽ ജായക. അവിടെ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്താൽ ആവശ്യമുള്ള സമയത്ത് ഡെപ്പോസിറ്റ് ചെയ്തതിനേക്കാൾ 10 ബാൽട്ടി ബക്കറ്റ് വെള്ളം അധികം കിട്ടുകയും ചെയ്യും. തോ ശുദ്ധനാക്കെ പരീക്ഷണമൊക്കെ ഉപരാന്ത്, അവിടെ കൊണ്ടുവച്ച വെള്ളം 10 ബക്കറ്റ് വെള്ളം നിങ്ങൾക്ക് കൊടുത്തതിനേക്കാൾ കൂടുതൽ ഉണ്ടാവും. അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. പക്ഷെ പരീക്ഷണമൊക്കെ ഉപരാന്ത്, അവിടെ പരീക്ഷണങ്ങൾക്ക് ശേഷം, ഉപരാന്ത് എന്ന് പറഞ്ഞാൽ മക്കളെ ശേഷം, ബാങ്കിന്റെ ലോക്കർ മേരിക്കർ, ബാങ്കിന്റെ ലോക്കർ വെച്ചാൽ ഏക് മാഹ് എന്ന് പറഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞാൽ ബാദ് 9 ബാൽട്ടി ഹുവ, 9 ബക്കറ്റായി. 10 ബക്കറ്റാണ് നിങ്ങൾ കിട്ടുക. അതിൽ ഒരു ബക്കറ്റ് അതിന്റെ ശുദ്ധത പരിശോധിക്കാൻ വേണ്ടിയൊക്കെ എടുത്തത് പോയത് കഴിച്ചിട്ട് ബാക്കി 9 ബക്കറ്റ് വെള്ളം നിങ്ങൾക്ക് കിട്ടും. ബാങ്കിക്ക് ഇമാരത്തൊക്കെ ഉപ്പർ, ബാങ്കിന്റെ ഇമാരത്ത് എന്ന് പറഞ്ഞാൽ കെട്ടിടം. ബാങ്കിക്ക് ഇമാരത്തെ ഉപ്പർ, ബാങ്കിന്റെ കെട്ടിടത്തിന് മുകളിൽ ബഡി ബഡി ടങ്കിയാഹെ, വലിയ വലിയ ടാങ്കുകളുണ്ട്. നമ്മള് സാധാരണ ഒരു പണം നിക്ഷേപിക്കുന്ന ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ ബാങ്കിൽ ശക്തമായ അകത്ത് ലോക്കറിന്റെ അകത്താണ് പണം സൂക്ഷിക്കുന്നത്. ഇവിടെ ജൽ ബാങ്കിൽ ചെന്നാൽ ബിൽഡിങ്ങിന്റെ മുകളിൽ വലിയ വലിയ കുറെ ടാങ്കുകളുണ്ട്. അതാണ് അവിടെ വെച്ചിരിക്കുന്നത്. അതൊക്കെ വലിയ ലോക്കർ പോലെ അങ്ങോട്ട് ആർക്കും കടക്കാൻ പറ്റാത്ത രീതിയിലിട്ടുണ്ട് അല്ലേ? നോക്ക്, വേ ബഡി ബഡി ടങ്കിയാഹെ വേ സുദ്ബി ദേത്തെ, അവർ സുദ്ബി ദേത്തെ. സുദ് എന്ന് പറഞ്ഞാൽ പലിശ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അവിടെ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പലിശ കിട്ടും. സാവധി ജമാ യോജനാമേ, നിങ്ങൾ സാവധി യോജന എന്ന് പറഞ്ഞാൽ ടേമിനൽ ഡെപ്പോസിറ്റ്, അതായത് 15 ദിവസം 45 ദിവസം പറയുന്ന ഡെപ്പോസിറ്റ് ഉണ്ട്. അങ്ങനെ നിങ്ങൾ വെള്ളം കൊടുക്കുകയാണെങ്കിൽ സാൽ ബാർ ബാദ് 10 ബാൽട്ടിയും, ഒരു വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 ബക്കറ്റ് വെള്ളം അധികം കിട്ടും. സാൽ കെ ബാദ്, ഒരു വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ ബദലെ 11 ബക്കറ്റ് നിങ്ങൾക്ക് വെള്ളം അധികം കിട്ടും. സൗദ മഹങ്കാ നഹി, സൗദ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മക്കളെ കച്ചവടം. മഹങ്കാ നഹി, വില കൂടിയതൊന്നുമല്ല. പൈസേ ബി ആജ്കൽ ജിൻകെ പാസ് പാനി ഹേ, വൈസേ ബി, അങ്ങനെ ആജ്കൽ ഇക്കാലത്ത് ജിസ്കെ പാസ് പാനി ഹേ, ആരുടെ കയ്യിലൊക്കെ പണങ്ങളുണ്ടോ വേ പാനിദാർ ഹോഗേ, നാട്ടിൽ പണമുള്ളവൻ പണക്കാരനാവുന്നത് പോലെ ആരുടെ കയ്യിൽ ധാരാളം വെള്ളമുണ്ടോ, ആരുടെ കയ്യിൽ ധാരാളം പാനിയുണ്ടോ വേ പാനിദാർ ഹോഗേ, അവരെന്താണ്? പാനിദാർ എന്ന് പറഞ്ഞാൽ അഭിമാനമുള്ളവൻ, അതാ സമ്പന്നനായി മാറുന്നു.
പിന്നെയോ ഏതോ ആം ജനത. എന്താ മക്കളെ ആം ജനത? ആം എന്ന് പറഞ്ഞാൽ മാങ്ങ, ജനത എന്ന് പറഞ്ഞാൽ ജനങ്ങൾ. ആം ജനത എന്ന് പറഞ്ഞാൽ സാധാരണക്കാർ, അല്ലാണ്ട് മാങ്ങ ജനങ്ങൾ എന്നല്ല. ഓക്കെ, आम जनता है जो पानी पानी हो रहा है बिना पानी के, जो पानी पानी हो रहा है. സാധാരണക്കാർ പാനി പാനി ഹോ രഹാ എന്ന് പറഞ്ഞാൽ അപമാനിതരാവുന്നു, വെള്ളമില്ലാതെ, നാട്ടിലൊരു വിലയില്ലാതെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ആളുകൾക്കാണ് വെള്ളമുള്ളത്. അവർ നാട്ടിൽ പൗരപ്രമുഖന്മാരും മാന്യന്മാരായി മാറുന്നു. സാധാരണക്കാർക്ക് വെള്ളം കിട്ടാതാവുമ്പോൾ അവർ നാട്ടിൽ വിലയില്ലാതാവുന്നു. അപ്പൊ പണം കൂടുതലുള്ളവൻ ഇന്ന് നാട്ടിൽ വിലയുള്ളതുപോലെ വെള്ളം കൂടുതലുള്ളവർക്ക് അതിൻ്റെതായ വിലയുണ്ടാവുന്നു. ഏക്ക് ജൂട്ട്, അക്കാലത്ത് നാട്ടുകാരുടെ വെള്ളം കുറവാകുന്ന സമയത്ത് ജൂട്ട് ഈസ് മൗസമ്മേ, ജൂട്ട് എന്ന് പറഞ്ഞാൽ കളവ്, ഈസ് മൗസമ്മേ ഇക്കാലത്ത്, മൗസം എന്ന് പറഞ്ഞാൽ ഇക്കാലത്ത്, ബൗത്ത് ചലേർത്താഹേ അങ്ങനെ വെള്ളത്തിന് പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് ഒരു നുണ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നു. എന്താണ്? ഗർമേ പാനീയ പര്യാപ്തേ, വീട്ടിലൊക്കെ വെള്ളമുണ്ട്. കേവൽ എന്നാൽ വാഷിംഗ് മെഷീനിൽ കപ്പടേ ധോനെ വസ്ത്രം അലക്കുകയും മുഷ്കിലോ രഹാഹേ വലിയ പ്രയാസം അനുഭവപ്പെടുന്നുണ്ട്. വെള്ളം കുറച്ചുണ്ട്, പക്ഷെ വാഷിംഗ് മെഷീൻ ഒന്നിട്ട് അലക്കാൻ മാത്രമേ തികയുന്നില്ല എന്നുള്ള സാധാരണ, അതായത് എൻ്റെ അടുത്ത് കുറച്ച് കാശുണ്ട്, എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടി തികയുന്നില്ല, നിങ്ങൾ കടം ചോദിച്ചാൽ തരാനൊന്നുമില്ല എന്ന് പറയുന്നത് പോലെ വെള്ളം ആരെങ്കിലും ചോദിക്കുമ്പോൾ കുറച്ച് വെള്ളം വീട്ടിലുണ്ട്, പക്ഷെ അത് വാഷിംഗ് മെഷീൻ വസ്ത്രം അലക്കാനും മറ്റുള്ള കാര്യങ്ങൾക്ക് പോയി കഴിഞ്ഞിട്ട് കുടിക്കാൻ പോലും തികയുന്നില്ല എന്ന രൂപത്തിൽ ആളുകൾ സംസാരിക്കുന്ന കാര്യം വരുന്ന. അതായത് ഭാവിയിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ മനുഷ്യൻ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, നദികളെയൊക്കെ മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, നമ്മൾ കുന്നുകളെല്ലാം ഇടിച്ചു തകർക്കുകയാണെങ്കിൽ, പ്രകൃതി ആകെ താളം തെറ്റുമ്പോൾ, വനങ്ങളൊക്കെ വെട്ടിമുറിച്ചു മുറിക്കുമ്പോൾ, നമ്മുടെ പ്രകൃതി താളം തെറ്റുമ്പോൾ, മഴയില്ലാതാവുമ്പോൾ, കാലാവസ്ഥ ഇല്ലാതാവുമ്പോൾ, ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ജലസ്രോതസ്സുകളൊക്കെ നിന്നുപോകുമ്പോൾ വെള്ളം വലിയൊരു പ്രശ്നമായി മാറും. കുറെ കാലങ്ങൾ കഴിഞ്ഞാൽ വെള്ളത്തിന് വേണ്ടി ലോകരാജ്യങ്ങൾ തമ്മിൽ യുദ്ധം പോലും നടന്നേക്കും എന്ന് പറയുന്നു ആളുകൾ. അപ്പൊ അങ്ങനെ വരുന്നൊരു കാലഘട്ടത്തെക്കുറിച്ച്, ഭാവി അങ്ങനെ വരുന്ന കാലഘട്ടത്തെക്കുറിച്ച് ലേഖൻ ഇപ്പോഴേ തമാശ രൂപത്തിലാണെങ്കിൽ പോലും അതൊരു സീരിയസ് ആയ വിഷയത്തിലേക്കാണ് നമ്മൾ ശ്രദ്ധ കൊണ്ടുപോകുന്നത്, അല്ലെ? മുഷ്കിൽ ഹോ രഹേ, പ്രയാസം അനുഭവപ്പെടുന്നുണ്ട് എന്നും. പിന്നെ അടുത്ത പാരഗ്രാഫ് എന്താ പറഞ്ഞു നോക്ക്. മേ ലോകോങ്കോ അവസരം മിൽ ജാത്താ ഹേ, അങ്ങനെ നുണ പറയാനുള്ള അവസരങ്ങൾ ജനങ്ങൾക്ക് കിട്ടുന്നു. കി ജൂട്ട് ബോലിനേക്ക് അപ്പനി ആദത്ത്, അങ്ങനെ നുണ പറയാൻ തങ്ങളുടെ ആദത്ത് എന്ന ശീലം. ബുനാനേക്ക എന്ന് പ്രയോഗിക്കാനുള്ള എന്ന് പറഞ്ഞാൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിക്ക് പണം, കാശും എൻ്റെ അടുത്ത് നിങ്ങൾ ചോദിച്ചാൽ ഇല്ല എന്നൊക്കെ പറയുന്നത് പോലുള്ള ഒരു നുണ വെള്ളത്തിന്റെ കാര്യത്തിലേക്ക് ഇനി വരാൻ പോകുന്നു. പിന്നെയോ വേ ഹർ പഡോസിസെ കാലത്തെ ഫിർത്തേഹേ, പഡോസി എന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ട് അയൽക്കാർ, അവർ ഓരോരുത്തരും ഓരോ അയൽവാസികളോട് കാലത്തെ ഫിർത്തേ എന്നാണ് പറഞ്ഞു നടക്കുന്നു. നഹാദോക്കർ അലക്കും കുളിയും കഴിഞ്ഞിട്ട്, കപ്പടേ ബർത്തൻ എന്ന തുണിയും പാത്രവും, നിപട്ടാനേക്ക് പശ്ചാത്ത് നിപട്ടാന നിവർത്തിച്ചതിന് ശേഷം ശേഷം, ഗർമേ വീട്ടിൽ പീനേക്കെ വാസ്തേ കുടിക്കുന്നതിന് വാസ്തേ എന്ന് വേണ്ടി, ബി ഏക് ബൂന്ത് ഒരു തുള്ളി, നെഹിഹേ അതായത് വീട്ടിൽ ഞങ്ങൾക്ക് വസ്ത്രം അലക്കാനും പാത്രങ്ങൾ കഴുകിയതിനു ശേഷം നമുക്ക് കുളിക്കാനും കഴിഞ്ഞ ശേഷം കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്തൊരു സാഹചര്യമാണ് എൻ്റെ അവസ്ഥ എന്ന് ജനങ്ങൾ നാട്ടിൽ സംസാരിച്ചു പറയുന്ന ഒരു കാര്യത്തിലേക്ക് എത്തും, അല്ലേ? ഈ സ്ഥിതിയിൽ ജൽ ബാങ്ക് ഇങ്ങനെ ഒരു പ്രതിസന്ധി നിങ്ങൾക്ക് വരുമ്പോൾ, നിങ്ങൾക്ക് ഇപ്പോൾ പണം പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾ ബാങ്കിൽ പോയി ലോൺ എടുക്കാം. ഭാവിയിൽ നിങ്ങൾക്ക് വെള്ളത്തിന് പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾ ബാങ്കിൽ പോയി ബാങ്ക് ആപ്കി സഹായതാക്കോ തപ്തർ രഹേഗ, ബാങ്ക് നിങ്ങളെ സഹായിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കൂ. യദി സച്ച് മേ പാനിക്ക്, സത്യത്തിൽ വെള്ളത്തിന്റെ ജറൂറത്ത് എന്നാൽ അത്യാവശ്യമുണ്ട് എങ്കിൽ, തോ ലോൺ ലേലേ നിങ്ങൾക്ക് വെള്ളം എടുക്കേണ്ടി വരും. വീട്ടിൽ വലിയ വിവാഹ പരിപാടികൾ നടക്കുന്നു, വലിയ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമ്പോൾ ഒരുപാട് വെള്ളം നിങ്ങൾക്ക് വേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് അക്കാലത്ത് ബാങ്കിൽ പോയി വെള്ളം ലോണായിട്ട് എടുക്കേണ്ടി വരും. ഓക്കെ, ബസ് ആപ്കാ മക്കാൻ രഹന രഹേഗ, ആപ്കാ മക്കാൻ എന്ന് പറഞ്ഞാൽ വീട്, കെട്ടിടം. രേഹൻ രഹേഗ എന്ന് പറഞ്ഞാൽ മക്കളെ, രേഹൻ രേഖ എന്ന് പറഞ്ഞാൽ പണയപ്പെടുത്തേണ്ടി വരും. നിങ്ങളുടെ വീടും പറമ്പും പണയം വെച്ചിട്ട് വേണം നിങ്ങൾ വെള്ളം എടുക്കാൻ. ഇപ്പൊ നമ്മൾക്ക് ഒരുപാട് ക്യാഷ് വേണമെങ്കിൽ വീടും പറമ്പിന്റെ ആധാരം വെച്ചിട്ട് എടുക്കുന്നത് പോലെ, തുരന്ത് 50,000 ലിറ്റർ ആപ്കാ ഋൺ മഞ്ജൂർ ഹേ, അങ്ങനെ നിങ്ങൾ വീടും പറമ്പും നിങ്ങൾ ബാങ്കിൽ ലോണായി വെച്ചാൽ, ജലബാങ്കിൽ കൊണ്ടുവച്ചാൽ അത്യാവശ്യമായിട്ട് 50,000 ലിറ്റർ, 50,000 ലിറ്റർ ആപ്കാ ഋൺ മഞ്ജൂർ ഹേ, ഋൺ മഞ്ജൂർ എന്ന കടത്തിന് അനുമതി ലഭിക്കും. ആപ്കോ ഹർ മഹീനെ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ മാസവും 5,000 മൂൽ, 5,000 മുതലും, മുതലും, ഓർ 1,000 സൂദ്, 1,000 രൂപ പലിശയും, മൂൽ സൂദ് നിയമിത ബർനാഹെ, നിങ്ങൾക്ക് 5,000 രൂപ മുതലും 1,000 രൂപ പലിശയും 50,000 ലിറ്റർ വെള്ളം എടുത്താൽ നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും ഓരോ മാസവും. അങ്ങനെ വരുമ്പോൾ മൂൽ സൂദ് നിയമിത ഹേ
മുതലും പലിശയും നിയമപ്രകാരമാണ്, നിയമപ്രകാരമാണ്. ദോ 10 മാഹി സിർഫ്, അങ്ങനെയാകുമ്പോൾ 10 മാസം വരുമ്പോൾ കേവലം സിർഫ് എന്ന് പറഞ്ഞാൽ കേവലം 60,000 ബാങ്ക് കോ ദേങ്കെ, 50,000 രൂപ വെള്ളം ഒന്നിച്ചെടുത്താൽ 5,000 ലിറ്റർ വെള്ളം കുറേശ്ശെ 1,000 ലിറ്റർ പലിശയുമായിട്ട് 60,000 ലിറ്റർ നിങ്ങൾ 12 മാസം കൊണ്ട് കൊടുക്കേണ്ടി വരും. പിന്നെയോ നിങ്ങൾക്ക് ഒരു 10 മാസത്തേക്ക് 60,000 വരുന്നുള്ളൂ, ഒരു വർഷത്തിൽ 60,000 വരുന്നുള്ളൂ. പ്രതിമാസ് സുദിന്നതോ, ഓരോ മാസവും നിങ്ങൾ മുതലും പലിശയും അഥവാ സുദിന്നതെ പലിശ കൊടുക്കുന്നില്ലെങ്കിൽ ആപ്കോ ഖാത്തേമേ, നിങ്ങളുടെ അക്കൗണ്ടിൽ ജോഡ്കർ ചേർത്തിട്ട് ചക്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കൂട്ടുപലിശ വ്യാജ് ശുരു ഈടാക്കാൻ ആരംഭിക്കും. അതായത് ഒരു വർഷത്തേക്ക് നിങ്ങൾ 50,000 ലിറ്റർ വെള്ളം എടുത്താൽ നിങ്ങൾ പലിശയായിട്ട് 5,000 ലിറ്ററും 1,000 രൂപ എന്തു അടയ്ക്കണം, പലിശയായി വെള്ളം അടച്ചു കഴിഞ്ഞാൽ മൊത്തം നിങ്ങൾക്ക് 60,000 ലിറ്റർ വെള്ളമാണ് അടയ്ക്കേണ്ടി വരുന്നത്. അതിൽ നിങ്ങൾ പലിശ അടയ്ക്കുന്നത് തെറ്റിപ്പോയാൽ നിങ്ങൾക്ക് ചക്രവൃത്തി ഉണ്ടാവും, കൂട്ടുപലിശ ഉണ്ടാവും. ഓക്കെ. പിന്നെയോ ആപ്കി ബേട്ടി ദാമാദ്, നിങ്ങളുടെ മകളോ, ബേട്ടി എന്ന് പറഞ്ഞ മകൾ, ദാമാദ് എന്ന് പറഞ്ഞാൽ ദാമാദ് മരുമകനോ, പാനി കലിയെ വെള്ളത്തിന് വേണ്ടി ചൂഞ്ച് രഹേ ഹേ പൊരുതുകയാണോ, വേറെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒക്കെയാണ് നിങ്ങളുടെ മകളെ കെട്ടിച്ചു വിട്ടതെങ്കിൽ അവിടെ മകളും മകനും വെള്ളത്തിന് വേണ്ടി വലിയ പ്രയാസത്തിലാണ് എങ്കിൽ കോയി 100 കിലോമീറ്റർ ദൂർ, ആ മക്കളാകട്ടെ ഒരു 100 കിലോമീറ്റർ അപ്പുറത്താണ് എങ്കിൽ ദൂർ സ്റ്റേ നോക്ക്, ടെൻഷൻ അല്ലേ, നിങ്ങൾ ഒരു ടെൻഷൻ അടിക്കേണ്ടതില്ല. ആപ്പ് ബാങ്ക് കെ മാർഫത്ത്, താങ്കൾ ബാങ്കിന്റെ മാർഫത്ത് മുഖേന ഉന്നെ അപ്പന അതിരിക്ത് നിങ്ങളെ കൂടാതെ ജൽ ബേജ്, നിങ്ങൾക്ക് വെള്ളം അയക്കാൻ പറ്റും. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്താൽ, നിങ്ങൾ ഏത് ബാങ്കിലാണ് അക്കൗണ്ട് എടുത്തത് അവിടുത്തെ ഡീറ്റെയിൽസ് മകൻ അയച്ചു കൊടുത്താൽ, മരുമകൻ അയച്ചു കൊടുത്താൽ അവൻ അവിടുത്തെ ബാങ്കിൽ നിന്ന് എടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ. ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയിട്ടോ കൊറിയർ വഴിയോ ATM അഥവാ DD ബേജ്, നിങ്ങൾക്ക് ATM കാർഡ് ഡ്രാഫ്റ്റ് ആയിട്ടോ കൊറിയർ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ DD എടുത്തിട്ട് അതോ അയച്ചെടുത്താൽ അവൻ അത് അവിടുത്തെ ബാങ്കിൽ കൊണ്ട് കൊടുത്താൽ വേണ്ടത്ര വെള്ളം അവിടെ നിന്ന് കിട്ടും, നിങ്ങൾ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്താൽ മതി. ഓക്കെ. 5,000 ലിറ്റർ ബേജിനേക്കാ 5,000 ലിറ്റർ ബേജിനേക്ക് അയക്കാൻ ഖർച്ച് ചെലവ് മഹജ് 3 ബാൽറ്റി, 3 ബക്കറ്റ് വെള്ളമാണ് പലിശ വരുന്നുള്ളൂ, ചെലവ് വരുന്നുള്ളൂ. ഏക്ക് ആസാൻ രാസ്ത ഹേ, ഒരു ഈസിയായ വഴിയുണ്ട്. ബാങ്കിനെ കൈ ATM സെന്റർ ഖോൽ രഖേക്ക്, ഒരുപാട് ATM സെന്ററുകൾ നമ്മുടെ നാട്ടിലുള്ള ATM സെന്ററിലെ പണം എടുക്കാൻ അതുപോലെ ബാങ്ക് തുറന്നിട്ടുണ്ട്. ATM കാർഡ് ആപ് ദാമാദ് ഖുദേ, ആ ATM കാർഡ് നിങ്ങൾ മരുമകന്റെ കയ്യിൽ അങ്ങോട്ട് കൊടുക്കൂ. അപ്പനി ബ്രാഞ്ച് മേ പാനി ജമാക്കോ, നിങ്ങൾ എവിടെയാണോ ഉള്ളത് ആ നാട്ടിൽ ബാങ്കിൽ നിങ്ങളെ വെള്ളം നിക്ഷേപിച്ചോളൂ. വഹാം നിക്കാലേക, അവൻ അവിടെ നിന്ന് പിൻവലിച്ചോളും. കൈസേ, എങ്ങനെയുണ്ട് എന്ന് നോക്ക്. ഈ പാരഗ്രാഫ്, അവസാനത്തെ പാരഗ്രാഫ് നോക്ക്. സരൽ ഹേ, ഈസി അല്ലേ. ബട്ടൺ ബദാത്തെ ഹി, ബട്ടൺ അമർത്തുമ്പോൾ ATM കെ നൽസേ, ATMന്റെ പൈപ്പിൽ നിന്ന് നിർദ്ദേശമനുസരിച്ച് പാനി നിക്കല ചാലു ഹോ ജായക, വെള്ളം വരാൻ തുടങ്ങും. അല്ലെ, ഇപ്പൊ നമ്മൾ ATMൽ കാർഡ് ഇട്ടിട്ട് 10,000 രൂപ വെച്ചാൽ 10,000 വരുന്നല്ലേ, അതുപോലെ നിങ്ങൾക്ക് വെള്ളം കിട്ടും. വർഷത്തെ എന്ന് പറഞ്ഞാൽ എങ്കിൽ മാത്രം കി ആപ്കെ ഖാത്തെ മേ ജമാ ഹോ, നിങ്ങളെ അക്കൗണ്ടിൽ വെള്ളം ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. ക്യാ കഹാ, എന്ത് പറയുന്നു, അക്കൗണ്ട് ഖോൽനാ ഹേ, അക്കൗണ്ട് എടുക്കല്ലേ, ജൽദി ചലിയെ, വേഗം നടക്കൂ. സാധാ ഖാത്ത 2 ബാൽറ്റി, സാധാരണ അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ 2 ബക്കറ്റ് വെള്ളം ബാങ്കിന് കൊടുത്താൽ മതി. നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ 1,000 രൂപ ഡെപ്പോസിറ്റ് ഉണ്ട്. അതുപോലെ അക്കൗണ്ട് നിലനിൽക്കണമെങ്കിൽ ആ പണം അവിടെ ഉണ്ടാവുകയാണ്, 2 ബക്കറ്റ് എടുക്കണം. ബാങ്ക് ബുക്ക് ഖാത്ത 4, ബാങ്ക് ബുക്ക് അതായത് ബാങ്ക് ബുക്ക് പാസ്ബുക്കോട് കൂടിയാണ് നിങ്ങൾ വേണമെങ്കിൽ 4 ബക്കറ്റ് വെള്ളം കൊടുക്കണം. നൽ കണക്ഷൻ കാ പ്രമാൺ, നൽ കണക്ഷൻ കാ പ്രമാൺ, നൽ എന്ന് പറഞ്ഞ പൈപ്പ്, കണക്ഷന്റെ പ്രമാൺ എന്ന് പറഞ്ഞ രേഖ ഉണ്ടായിരിക്കണം. നൽ കാ ഫോട്ടോ, അതാണ് എന്തിന്റെ പൈപ്പിന്റെ ഫോട്ടോ ഉണ്ടാവണം. और लहरों से लहराते, തിരമാലകൾ പോലെ അലിയടിക്കുന്ന ആപ്കെ ഹസ്താക്ഷർ, നിങ്ങളുടെ കയ്യൊപ്പം ഉണ്ടായിരിക്കണം. ഒക്കെ ഹാസ്യമായിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഖാത്ത ഖുലാ നഹി കി ആപ്കി ചാരും ഉംഗിലിയ പാനിമേ, ഖാത്ത അക്കൗണ്ട് തുറക്കാൻ വേണ്ടി തുറന്നിട്ടില്ല എങ്കിൽ, അക്കൗണ്ട് നിങ്ങൾ തുടങ്ങുന്നില്ല എങ്കിൽ, ഖാത്ത ഖുലാ നഹി കി അഥവാ ഒരു പക്ഷേ നിങ്ങൾ അക്കൗണ്ട് എടുക്കുന്നില്ലെങ്കിൽ ആപ്കി ചാരോ മുങ്കിലിയ പാനിയുമേ, നിങ്ങളെ 4 വിരലും വെള്ളത്തിലായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നാട്ടിൽ വിലയില്ലാത്തൊരു വ്യക്തിയായി മാറും. ബാങ്കിൽ അക്കൗണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ നാട്ടിൽ വിലയില്ലാത്തവനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ വെള്ളം എടുക്കാൻ വേണ്ടി നിങ്ങൾ അക്കൗണ്ട് തുറന്നേക്കൂ. തൽക്കാലം ഒരു 2 ബക്കറ്റ് വെള്ളം കൊടുത്താൽ നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കാം. അല്ലെങ്കിൽ 4 ബക്കറ്റ് കൊടുത്താൽ പാസ്ബുക്കോട് കൂടി കാര്യങ്ങൾ കിട്ടും, ചെക്ക് ബുക്കോട് കൂടി കിട്ടും എന്ന് പറഞ്ഞ് ഒരു ആശയലേഖനം. ഇത് നമ്മൾ തമാശയെ കാണുകയാണെങ്കിലും പ്രകൃതിയുടെ താളം തെറ്റുമ്പോൾ നാളെ ഇതിങ്ങനെ സംഭവിച്ചുകൂടായില്ല, വെള്ളത്തിന് ഇതിനേക്കാൾ ഡിമാൻഡ് വരുന്ന ഒരു സാഹചര്യം വന്നേക്കും എന്നാണ്. ഒരു 50 വർഷങ്ങൾക്ക് മുമ്പ്
അല്ലെങ്കിൽ ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പ് കുപ്പിയിൽ വെള്ളം ഓരോ ലിറ്ററാക്കി വിൽക്കുന്ന കാര്യത്തെ പറ്റി ചിന്തിച്ചാൽ അന്നത്തെ ജനങ്ങൾക്ക് അത് തമാശയായിരുന്നു. കാരണം ഇഷ്ടം പോലെ വെള്ളം എല്ലായിടത്തും, കിണറിലും തോട്ടിലും വെള്ളം നമുക്ക് കുടിക്കാം. ഇപ്പം നമുക്ക് പുഴയിലെയും തോട്ടിലെയും വെള്ളങ്ങൾ മുക്കി കുടിക്കാൻ പറ്റുമോ? അത്രയും മലിനമായിരിക്കില്ലേ? സാധാരണ ഒരു കിണറിലെ വെള്ളം പോലും നമുക്ക് ധൈര്യത്തിൽ നമുക്ക് കുടിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തിളപ്പിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ധൈര്യം വരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് യാത്രയിൽ വെള്ളം കുടിക്കാൻ പച്ചവെള്ളം കുപ്പിയിലാക്കി വിൽക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് ബിസ്ലേരി കമ്പനിയൊക്കെ ചിന്തിച്ചപ്പോൾ അന്ന് നാട്ടുകാർ കളിയാക്കിയിരുന്നു. പക്ഷേ അന്നത് ഹാസ്യമായിരുന്നു എങ്കിൽ ഇന്ന് അത് സീരിയസ് ആയി മാറി. ഇനി നാളെയും ഇങ്ങനെയായിരിക്കും. വെള്ളം എടുക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും ഒരുപക്ഷെ നിയമങ്ങളൊക്കെ ശക്തമായി വന്നേക്കാം, ഇത് ബാങ്കിൽ വന്നേക്കാം എന്ന് തന്നെയാണ് പറയുന്നത്. ഇന്നത്തെ തമാശ നാളത്തെ യാഥാർത്ഥ്യങ്ങളായേക്കാം. ഇതാണ് മക്കളെ ഈ പാഠത്തിൽ പറയാനുള്ളത്. പക്ഷേ കേവലം ഒരു തമാശയെ കാണാൻ കഴിയില്ല. ഇന്ന് നമുക്കിത് തമാശയായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഓക്കെ. അപ്പോ ഈ പാഠവുമായി ബന്ധപ്പെട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു, അതിന്റെ അർത്ഥവും പറഞ്ഞു. ഏറ്റവും പരീക്ഷയ്ക്ക് ഇതിൽ നമ്മൾ എന്ത് പഠിക്കണം, ആ കാര്യങ്ങളാണ് നമ്മൾ ഉടനെ പറയാൻ പോകുന്നത്. ടെക്സ്റ്റ് ബുക്ക് വായിച്ചപ്പോൾ നിങ്ങൾ അതിന്റെ സൈഡിൽ കണ്ട ക്വസ്റ്റ്യൻസില്ലേ, നോക്ക്. ചപ്പേ ചപ്പേ पर जल बैंक खुल गए है. എല്ലാ മുക്കിലും മൂലയിലും ജൽ ബാങ്ക് തുറന്നുണ്ട്. ലേഖക് ഈസ് കൽപ്പനയ്ക്ക് പീച്ചെ ഭവിഷ്യ കാ കോൺ സാ സങ്കേത് ഹെ. ലേഖകന്റെ ഈ സങ്കല്പത്തിന്റെ പിന്നിൽ ഭാവിയിലെ ഏത് വിഷയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? ഉത്തരം ഇങ്ങനെയാണ്. സാധാരണ സൈഡ് ക്വസ്റ്റ്യൻസ് പരീക്ഷയിൽ ചോദിക്കാറില്ല, പക്ഷെ നമുക്ക് അതിന്റെ അർത്ഥം പഠിക്കേണ്ടതുണ്ട്. പാനി കി കമി ഏക് ഗംഭീർ സമസ്യ ബനി ജാരി ഹെ. വെള്ളത്തിന്റെ കമ്മി ഒരു വലിയ സംഭവമായി കൊണ്ടിരിക്കുകയാണ്. അബി ബി ഹം ഇസ് ദിശ പർ ധ്യാൻ ന ദേഖേം തോ. ഒരുപക്ഷെ ഇപ്പോഴും നമ്മൾ ആ കാര്യത്തിൽ സീരിയസ് ആയി ശ്രദ്ധ വെക്കുന്നില്ലെങ്കിൽ ഭവിഷ്യ ബഡി ആപത്തി ഹോ ജായേഗെ. ഭാവി വലിയ അപകടത്തിലേക്കാണ് നീങ്ങുന്നത്. പാനി കെ ലിയെ ഹമേं കിസി ജൽ ബാങ്ക്. വെള്ളത്തിന് വേണ്ടി നമുക്ക് ഏതെങ്കിലും ജല ബാങ്ക് ജൈസെ വ്യവസ്ഥാവും കാ, ബാങ്ക് മുതലായതോ മറ്റല്ലെങ്കിൽ വ്യവസ്ഥകളെ ആശ്രയിലേന പടേക. ആശ്രയിക്കേണ്ടി തന്നെ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി അടുത്ത് നോക്കുക. പാനി പാനി ഹോന, പാനി പാനി ഹോന എന്നും പാനിദാർ ഹോന, പാനിദാർ ആവുക എന്നുള്ളതും ഇസ് പ്രയോഗം കാ മത്ലബ് ക്യാ ഹെ. ഇതിന്റെ ഒക്കെ അർത്ഥം എന്ത്? പരീക്ഷ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് മക്കളെ. പാനി പാനി ഹോന കാ മത്ലബ് ഹെ. മത്ലബ് എന്ന വാക്കിന്റെ അർത്ഥം എന്നാണ്. പാനി പാനി ഹോന എന്നുള്ളതിന്റെ അർത്ഥം ഇങ്ങനെയാണ്. അത്യന്ത് ലജ്ജിത് ഹോന, അത്യധികം ലജ്ജിക്കപ്പെടുക എന്നുള്ളതാണ്. പാനിദാർ ഹോന എന്ന് പറഞ്ഞാൽ കാ മത്ലബ് ഹോന ധനി ഹോന. പാനിദാർ ഹോന എന്ന് പറഞ്ഞാൽ സമ്പന്നനാവുക എന്നാണ്. നാട്ടിലെ വലിയ പാനിദാറാണ്, വലിയ പണക്കാരനാണെന്ന് പറയുമ്പോൾ പണം കൂടുതലുള്ള ആൾ പണക്കാരൻ, വെള്ളം കൂടുതലുള്ള ആള് വെള്ളക്കാരൻ, അത് പാനിദാറായി മാറുന്നു. അപ്പൊ പാനിദാർ എന്ന് പറഞ്ഞാൽ നാട്ടിലൊരു വില ഉണ്ടാവുന്ന സ്ഥാനമാണ് എന്ന്. പാനി പാനി ഹോന എന്ന് പറഞ്ഞാലോ ഒരു ഗതിയുമില്ലാത്തവൻ എന്ന അവസ്ഥയിലേക്ക് വരും. ഓക്കെ. അടുത്ത ഗർമേ പീനേക്കെ വാസ്തേ ബി ഏക് ബൂന്ദ് നഹി. വീട്ടിൽ കുടിക്കാൻ പോലും ഒരു തുള്ളിയില്ല. ലോക ഐസ ജൂട്ട് ക്യോം കത്തെ. ജനങ്ങൾ എപ്പോഴാണ് അങ്ങനെ, എന്തുകൊണ്ടാണ് അങ്ങനെ നുണ പറയുന്നത്? ഉത്തരം പാനിക്ക് കമ്മി ബൗത്ത്. വെള്ളത്തിന്റെ കമ്മി ധാരാളം അനുഭവപ്പെടുന്നു. ലേക്കിൻ കുച്ച് ലോഗ് ഇസേ ഉപയോഗമേയും സാവധാനി നഹി രക്തേ. പക്ഷേ ചില ആളുകൾ വെള്ളത്തിന്റെ ഉപയോഗത്തിൽ കരുതൽ സൂക്ഷിക്കുന്നില്ല. കുച്ച് ലോഗ് പാനിക്ക് ബിന തരസ്തേ. കുറച്ച് ആളുകൾ വെള്ളം കിട്ടാതെ കഷ്ടപ്പെടുന്നു. ഉൻകെ സാമനെ ലോഗ് ചൂട്ട് പോലത്തെ. അത്തരം ആളുകളുടെ ഇടയിൽ ആളുകൾ നുണ പറയുന്നു. വെള്ളം കിട്ടാത്തവരുടെ അടുത്ത് വെള്ളമുള്ളവർ നുണ പറയുന്നു. കി പീനെ കെ ലിയെ ബി ഏക് ബൂന്ദ് പാനി നഹി. വീട്ടിൽ കുടിക്കാൻ പോലും വെള്ളമില്ലാതെ ഞാൻ കഷ്ടപ്പെടുകയാണ്. യഹാം ലോഗോ കി. ഇവിടെ ജനങ്ങളുടെ സങ്കുചിത് ഭാവ് കി ഓർ സങ്കേത് ഹെ. സങ്കുചിത് ഭാവ്, സങ്കുചിത മനോഭാവത്തിലേക്ക് സങ്കേത് ഹെ, സ്വന്തം കാര്യം മാത്രം എന്ന ചിന്തയിലേക്ക് സങ്കേത് ഹെ വിരൽ ചൂണ്ടുന്നു എന്നാണ്. ഇനി മക്കളെ ഇതിന്റെ അകത്തുള്ള മറ്റൊരു ചോദ്യം. ചാരോ മുങ്കലിയാം പാനിമേ. 4 വിരലും വെള്ളത്തിൽ. ഇസ് പ്രയോഗസെ ആപ് ക്യാ സമജ്തേ. ഈ പ്രയോഗത്തോടെ നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു? ഒരു ഹാസ്യ പ്രയോഗമാണ്. ചാരോ ഉങ്കലിയാം പാനിയമേം കാ മത്ലബ് ഹേ. 4 വിരലുകളും വെള്ളത്തിലായി എന്നുള്ള ഉദ്ദേശം എന്നാണ്. ജീവൻ മേ ബഡാ നുക്സാൻ ഹോന. ജീവിതത്തിൽ വലിയ നഷ്ടം സംഭവിക്കുന്നതിനെ കുറിച്ചാണ് ചാരവും പാനി ഉങ്കലിയമേ ഹോന, ചാരവും ഉങ്കലിയാം പാനിയമേ ഹോന എന്ന് പറയുന്നത്. ചാരവും ഉങ്കലിയാം പാനിയമേ ഹോന എന്ന് പറയുന്നത് ജീവൻ മേ ബഡാ നുക്സാൻ ഹോന. നുക്സാൻ എന്ന് പറഞ്ഞ മക്കളെ നഷ്ടം എന്നുണ്ടാകുന്നതിനെ കുറിച്ചാണ്. ഇനി ടെക്സ്റ്റ് ബുക്കിൽ സൈഡ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. നിങ്ങൾ ഇങ്ങനെയാണ് അവസാനത്തെ പേജ് കാണുന്നത്. ഇതിൽ എന്താണ് നമുക്ക് ഈ ഭാഗം നമുക്ക് നോക്കാം മക്കളെ. നോക്കൂ, ഇവിടെ നമുക്ക് ചർച്ചാ കരീം. ജൽ ബാങ്ക് കി കൽപ്പന കൈസി ലഗി. ജൽ ബാങ്ക് എന്ന് പറഞ്ഞ സങ്കല്പം നിങ്ങൾക്ക് എങ്ങനെ തോന്നി? വർത്തമാൻ സമാജമേ ഇക്കാലഘട്ടത്തിൽ ഇസ്കി പ്രാസംഗികത ക്യാ ഹെ. ഇതിന് പ്രാധാന്യം എന്താണ്? ആ ചോദ്യത്തിന്റെ 2 ഉത്തരമാണ്. ജൽ ദുർലഭത ആജ് കി. ജൽ ദൗർലഭ്യം ഇന്നത്തെ വികട് സമസ്യ ഹെ. വലിയ പ്രശ്നമാണ്. ഐസി സ്ഥിതിമേ ഇങ്ങനൊരു അവസ്ഥയിൽ ജൽ ബാങ്ക് കി കൽപ്പന ഉചിത് ഹേ. ജല ബാങ്ക് എന്ന് പറഞ്ഞ സങ്കല്പം ഉചിതം തന്നെയാണ്. പാഠം തീരാൻ നമ്മൾ മനസ്സിലാവും ഇത് കറക്റ്റ് ഭാവിയിൽ സംഭവിക്കുന്നത് തന്നെയാണ്. ഇനി അതിന് താഴെ ജൽ സംരക്ഷൺ കി ആവശ്യകത പർ നാരെ ലഗായി. ജല സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെ എടുത്തു പറഞ്ഞുള്ള മുദ്രാവാക്യങ്ങൾ ഉണ്ടാക്കാനാണ്. 1 12 വാക്യം നമ്മൾ ഉണ്ടാക്കണം. ജൽ ഹേ തോ കൽ ഹേ. വെള്ളമുണ്ടെങ്കിലേ നാളെയുള്ളൂ. ജൽ ഹി ജീവൻ ഹേ. നമ്മൾ ഉണ്ടാക്കി. ജലം തന്നെയാണ് ജീവിതം.
പിന്നെ ആജ് സംജോയേം ഹരേക്ക് ബൂന്ത്, ഇന്ന് സമാഹരിക്കൂ ഓരോ തുള്ളികളും. കൽക്കോ ബനായേം കൂബ് സുഹാന, നാളേക്ക് സുന്ദരമായ ഒരു സൗഭാഗ്യ ദിനത്തിന് വേണ്ടി ഇന്ന് വെള്ളങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നു. ജൽ ജീവൻ കാ ആധാർ ഹെ, ജലം ജീവന്റെ അടിസ്ഥാനമാണ്. ജൽ നഹി തോ ഹം നഹി, ജലമില്ലെങ്കിൽ നമ്മളില്ല. ബൂന്ത് ബൂന്ത് കാ സംരക്ഷൺ, ഓരോരോ തുള്ളിയെയും സംരക്ഷിക്കുന്നത് ജീവൻ കാ സംരക്ഷൺ, ജീവിതത്തിന്റെ സംരക്ഷണമാണ്. അല്ലെ, രക്തദാനം ജീവദാനം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമുക്ക് ജലമാണ് ജീവൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. പിന്നെയോ ഉപയുക്ത നാരോം കി മദദ് സേ, ഈ പറഞ്ഞിരിക്കുന്ന മുദ്രാവാക്യങ്ങളുടെ മദദ് സേ, സഹായം കൊണ്ട് പോസ്റ്റർ തയ്യാറാക്കരേ, എന്താക്കാൻ, പോസ്റ്റർ തയ്യാറാക്കാൻ. അല്ലേ, നോക്കൂ, ജൽ ജീവൻ കാ ആധാർ, ജലം ജീവന്റെ അടിസ്ഥാനമാണ്. ജൽ ഹി ജീവൻ, ജലം തന്നെയാണ് ജീവൻ. ജലം ഉണ്ടെങ്കിലല്ലേ ജീവൻ ഉണ്ടാവുള്ളൂ. ജൽ ഹേ തോ കൽ ഹേ, ജലം ഉണ്ടെങ്കിലേ നാളെയുമുള്ളൂ. ജൽ നഹി തോ ഹം നഹി, ജലമില്ലെങ്കിൽ നമ്മളില്ല. ഇതൊരു പോസ്റ്റാണ്. ഇനി ഇങ്ങനെയും വെക്കാം. നോക്കൂ, 22 മാർച്ച് 2024 എന്ന് നമുക്കാക്കാം. വിശ്വ ജലസംരക്ഷൺ ദിവസ്, ലോക ജലസംരക്ഷണ ദിവസം. അല്ലേ, എന്നിട്ടോ ജൽ, നോക്കൂ മക്കളെ, ജൽ ജീവൻ കാ ആധാർ ഹേ, ജൽ നഹി തോ ഹം നഹി, ഇങ്ങനെയും വേണമെങ്കിൽ പോസ്റ്റ് ആക്കാം. ഇതാണ് മക്കളെ ഈ പാഠവുമായിട്ട് പഠിക്കാനുള്ളത്. ഈ പാഠത്തിലെ വളരെ കുറഞ്ഞ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഈ പാഠം വളരെ മനോഹരമായി മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ക്ലാസ്സിൽ വരാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ.